പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ രാത്രിയിൽ വീണ്ടും നമ്മൾ ഒരുമിച്ച് കൂടിയാണ് ഈ താതൻ്റെ സന്നിധിയിൽ. കർത്താവ് നമ്മോട് ഇന്ന് പറയുന്നത്, ഫലം പുറപ്പെടുവിക്കാനായിട്ട് ഞാൻ നിങ്ങളെ വെട്ടി ഒരുക്കും. നിങ്ങൾ മുന്തിരിച്ചെടിയാണ്, ഞാൻ മുന്തിരിച്ചെടിയാണ്, നിങ്ങൾ ശാഖകളാണ്. ഫലം തരുന്നില്ലെങ്കിൽ വെട്ടിക്കളയും, ഫലം പുറപ്പെടുവിക്കാനായിട്ട് വെട്ടി ഒരുക്കും. കർത്താവ് കൂടുതലായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് വെട്ടിയൊരുക്കൽ തന്നെയാണ്. കാരണം എല്ലാവരും ഫലം പുറപ്പെടുവിക്കുമെന്ന് കർത്താൻ അറിയാം. ഈ കർത്താവിന് മുമ്പിലാവുമ്പോൾ, ദൈവമേ ഒത്തിരി നന്ദി എന്നെ വെട്ടിയൊരുക്കുന്നതിന്, കൂടുതൽ ഫലമുണ്ടാകുന്നതിന് വേണ്ടി എന്നെ ഒരുക്കുന്നതിന് ഒത്തിരി നന്ദി. ഈ താതൻ്റെ സന്നിധിയിൽ ഇന്ന് വെട്ടിയൊരുക്കുന്നതിൻ്റെ ചിന്ത വരുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ വരെ നമ്മൾ സമർപ്പിക്കേണ്ടത് നമ്മുടെ ചെറിയ ചെറിയ സഹനങ്ങളാണ്. ഉത്തരം കിട്ടാത്ത ഒത്തിരി സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നേക്കാം. ഇവിടെയെല്ലാം ഒരു രക്ഷയുടെ അനുഭവം ഉണ്ടെന്ന് ഈ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ചെറുതും വലുതുമായ എല്ലാ സഹനങ്ങളിലും ക്രിസ്തുവിൻ്റെ രക്ഷയുടെ ഒരു അനുഭവത്തിൻ്റെ കഥ പറയാനുണ്ടാകും, ഒരു വിജയത്തിൻ്റെ കഥ പറയാനുണ്ടാകും. കാരണം നമ്മുടെ കർത്താവ് കുരിശിൽ വിജയിച്ചവനാണ്, മുറിവേറ്റവൻ വിജയിച്ചവനാണ്. ഈ ക്രിസ്തു നമ്മോട് ഇന്ന് പറയുന്നതും, നിങ്ങളുടെ ചെറിയ സഹനങ്ങളിൽ രക്ഷയുടെ കഥ പറയാൻ നിങ്ങൾക്കുണ്ടാവണം. അതിന് ഞാൻ സഹായിക്കാം. ഈ രാത്രി നമ്മൾ കിടക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ എല്ലാ ഭാരങ്ങളും സഹനങ്ങളും ഇറക്കി വയ്ക്കാം. പഴി കൂടാതെ, പഴി പറയാതെ, യേശുവിൻ്റെ രക്ഷ കണ്ടുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന ഇതാവണം: ഒരു രക്ഷയുടെ ഗീതം പാടാൻ എന്നെ സഹായിക്കണമേ. ക്രിസ്തുവിൻ്റെ രക്ഷയുടെ ഒരനുഭവം പങ്കുവയ്ക്കാൻ എന്നെ ഈ രാത്രി സഹായിക്കണമേ. നാഥ, ഞാനെല്ലാം ഇറക്കി വയ്ക്കുന്നതിന് മുമ്പിൽ എൻ്റെ കൊച്ചു കൊച്ചു സഹനങ്ങൾ, എൻ്റെ കുടുംബത്തിൻ്റെ കൊച്ചു കൊച്ചു സഹനങ്ങൾ, ഞാൻ കണ്ടുമുട്ടിയവരുടെ കൊച്ചു കൊച്ചു സഹനങ്ങൾ, ഈ ലോകത്തിൻ്റെ ചെറുതും വലുതുമായ സഹനങ്ങൾ ഇറക്കി വയ്ക്കുന്നു. നീ ഇത് രക്ഷയാക്കി മാറ്റണമേ. അതാണ് എൻ്റെ പ്രാർത്ഥന. നമുക്ക് ആശീർവാദത്തിനായിട്ട് മുട്ടുകുത്താം. മുട്ടുകുത്തുമ്പോൾ മനസ്സിൽ ഞാൻ കണ്ടുമുട്ടിയവരുടെ എല്ലാ വേദനകളും സഹനങ്ങളും ഇറക്കി വയ്ക്കാൻ നമുക്ക് ശ്രമിക്കാം. ഒരു പ്രാർത്ഥന ഇതാകട്ടെ: ക്രിസ്തുവിൻ്റെ ഫലങ്ങൾ, സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ശാന്തിയുടെ ഫലങ്ങൾ നമ്മൾ പ്രാർത്ഥന വഴി ഈ ലോകം മുഴുവൻ നിറയട്ടെ. സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധന സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എല്ലാവർക്കും നല്ല രാത്രി ആശംസിക്കുന്നു. നമ്മുടെ കൊച്ചു കൊച്ചു സഹനങ്ങൾക്ക് രക്ഷയുടെ ശക്തിയുണ്ടെന്ന് തിരിച്ചറിയുന്ന ഒരു രാത്രിയായിട്ട് ഇത് മാറട്ടെ. ശാന്തമായിട്ട് നമുക്ക് ഉറങ്ങാം. അതിരാവിലെ എഴുന്നേൽക്കുമ്പോഴും നമ്മുടെ ജീവിതത്തെ യേശുവിൻ്റെ കുരിശോട് ചേർത്ത് രക്ഷയുടെ ഗീതം പാടി ജീവിക്കാൻ നാളെ അവനെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ,
സ്നേഹമേ പരിശുദ്ധ സ്നേഹമേ പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ